ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും 7 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. അപ്പൊ നമുക്ക് സ്ഥലം ഒന്ന് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലെ പെരിങ്ങാല എല്ലാവർക്കും അറിയുന്നതാണ്. പള്ളിക്കരയ്ക്ക് അടുത്താണ് പെരിങ്ങാല. പെരിങ്ങാല ജംഗ്ഷനിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വില്ലയിലേക്കുള്ള ദൂരം വരുന്നത്. എന്റെ ബാക്ക് സൈഡിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നിറയെ വില്ലകളാണ്. പല വീടുകളിലും ആളുകൾ താമസമായതാണ്. ബാക്കിയുള്ള കുറച്ച് വീടുകൾ അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇരിക്കുകയാണ്. ഈ ഒരു വീടാണ് മാർബിൾ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച് മൈന്യൂട്ടായ ഫിനിഷിംഗ് വർക്കുകൾ മാത്രമാണ് നമുക്കിനി ചെയ്യാനുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. പെരിങ്ങാല ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്ററും. ബസ് റൂട്ട് നോക്കുവാണെങ്കിൽ വോക്കബിൾ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. വെറും 200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് റൂട്ടിലേക്ക് എത്താവുന്നതാണ്. ഇടപ്പള്ളി ഭാഗങ്ങളിലേക്ക് ലുലു മാളിലേക്കൊക്കെ പോകണമെങ്കിൽ 20 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. എയർപോർട്ടിലേക്ക് പോകാനായിട്ട് 27 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1764 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വളരെ നല്ലൊരു ബഡ്ജറ്റിലാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. എങ്കിൽ മാത്രമാണ് ഈ ഒരു ക്യൂട്ടായ വീടിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ കഴിയുള്ളൂ. വില്ലകളുടെയൊക്കെ ഫ്രണ്ടിലൂടെ നല്ല റോഡ് തന്നെയാണ് പോകുന്നത്. പക്ഷെ ഇവിടെ വർക്ക് നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു റോഡെല്ലാം കുറച്ച് മെസ്സി ആയിട്ടിരിക്കുന്നത്. ഈ കംപ്ലീറ്റ് വില്ലകളുടെ വർക്കുകളും എത്രയും പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വില്ലകളുടെ ഉള്ളിലൂടെ പോകുന്നത് നല്ല ഭംഗിയുള്ള വീതിയുള്ള റോഡായിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു റോഡ് നമുക്ക് വന്നിട്ട് ടൈലൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ, ഇന്റർലോക്കിംഗ് ടൈൽ വിരിച്ചാൽ ബ്യൂട്ടിഫുൾ ആയ ഒരു ഏരിയയിലായിരിക്കും ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വില്ലയും സ്ഥിതി ചെയ്യുന്നത്. മതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളറിനകത്ത് ബോർഡർ വന്നിട്ട് ചെറിയൊരു ഗ്രീൻ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മിഡിൽ പോർഷനിലേക്ക് ആയിട്ട് GA പൈപ്പിനെ കുറിച്ച് വർക്കുകൾ വരുന്നുണ്ട്. 2 മെയിൻ പില്ലറുകളിൽ വന്നിട്ട് വൈറ്റ് കളറുള്ള ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നമുക്ക് ഒരു സൈഡ് സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മറ്റേ സൈഡ് ജസ്റ്റ് ഫോൾഡ് ചെയ്യാവുന്ന മെത്തേഡിലുമാണ് പണിതിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈൻ ആണ് ഗേറ്റിന് വരുന്നത്. നല്ല രീതിയിൽ ലേസർ കട്ട് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീട് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ്. ബോർഡർ വരുന്ന ഭാഗങ്ങളിലും പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിലൊക്കെ ചെറിയൊരു ഗ്രീൻ ഔട്ട്ലൈനും കൊടുത്തിട്ടുണ്ട്. ബോക്സി ഷേപ്പ് ആണെങ്കിൽ പോലും ഒരു സൈഡ് വന്നിട്ട് കുറച്ചൊരു ട്രയാങ്കിൾ ഷേപ്പിലും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ്, സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു പോർഷനിൽ നോക്കുവാണെങ്കിൽ സിമെന്റ് ഫിനിഷോട് കൂടിയ ടെക്സ്റ്റർ വർക്കും ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഗേറ്റ് തുറന്നാൽ നമ്മൾ നേരെ കയറി വരുന്നത് ഇവിടുത്തെ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. കാർ പോർച്ചിന്റെ പരിസരവും വീടിന്റെ മുറ്റം എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസിലാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. ഇതിന്റെ നീളവും വീതിയും, കാർ പോർച്ചിന്റെ നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 17 അടിയാണ് ഇതിന്റെ നീളം വരുന്നത്. 7.5 അടിയാണ് വീതി വരുന്നത്. 17 ഫീറ്റ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. 7.5 ഫീറ്റ് ആണ് ഇതിന്റെ വിഡ്ത് വരുന്നത്. ഇവിടെയാണ് ഒന്നാമത്തെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ മുകളിലൊക്കെ ആയിട്ട് ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ടോട്ടൽ നമ്മുടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസിലൂടെ നമുക്ക് നേരെ പോയി നോക്കാം. നല്ല രീതിയിൽ സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലെ മതിലിലേക്ക് നോക്കിയാൽ കാണാം ചെടികളൊക്കെ അവിടെ ചെറുതായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനിടയിലൊക്കെ മണ്ണ് ഫില്ല് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭംഗിയായിട്ട് ചെടികൾ നടാനുള്ള നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. കാർ പോർച്ചിന്റെ ഭാഗത്തൂടെ നമ്മൾ വീടിന്റെ നേരെ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കണ്ടോളൂ, വളരെ വൈഡ് ആയിട്ടുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ വരുംതോറും നല്ല രീതിയിൽ നല്ല വൈഡ് ആയിട്ടാണ് സ്പേസ് കിട്ടുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു അരക്കുകല്ലിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീടിന്റെ നേരെ ബാക്ക് സൈഡിൽ കിച്ചണിന്റെ ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വർക്ക് ഏരിയയുടെ വർക്കുകളൊക്കെ ഓൺ ഗോയിങ് ആണ്. അതിന്റെ ഫ്ലോറ് കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. വർക്ക് ഏരിയ കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്പേസ് വന്നിട്ട് അത് നല്ല വൈഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മെറ്റൽ ഷിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്.
ഈ വഴി നമ്മൾ നല്ല വൈഡായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ നമ്മൾ കറങ്ങി നേരെ വന്നിരിക്കുന്നത് ഒന്നാമത്തെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്പേസിലേക്കാണ്. ഫോൾഡ് ചെയ്യാവുന്ന ഒരു ഗേറ്റ് നമ്മൾ ഫ്രണ്ടിൽ കണ്ടിരുന്നു. അതിന്റെ സൈഡിലായിട്ടാണ് നമുക്ക് കിണർ കിട്ടുന്നത്. ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് ഇവിടെ കിണറാണ്. ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിനുള്ള സ്ഥാനം കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ സിറ്റ് ഔട്ടിലേക്ക് പോകാം. ഇവിടെയായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഗ്രാനൈറ്റ് തന്നെയാണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളറിൽ ചെറിയൊരു വൈറ്റ് ഡിസൈൻ വരുന്നുണ്ട്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. രണ്ടായിട്ട് തുറക്കാവുന്ന രീതിയിലാണ്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് ഡോർ വരുന്നത്. വടക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. നമുക്ക് നേരെ അകത്തേക്ക് പോവാം. മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ല ലെങ്തി ആയിട്ടുള്ളതും ആവശ്യത്തിന് വിടുത്തും കൊടുത്തുകൊണ്ടാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ ടി വി വെക്കാനുള്ള ആ ഒരു സ്പേസ് നിങ്ങൾക്ക് കാണാം. ഭംഗിയായിട്ടുള്ള ഡിസൈനിലുള്ള വാൾപേപ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൂ കളറാണ് മെയിനായിട്ട് ടി വി വെക്കാനുള്ള പോർഷൻ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വന്നിട്ട് വുഡൻ കളറിൽ തന്നെയാണ് മൾട്ടിവുഡിൽ ക്യാബിൻസ് ഒക്കെ ആയിട്ട് തിരിച്ചിരിക്കുന്നത്. മുകളിലൊക്കെ നോക്കിയാൽ ഓപ്പൺ ഷെൽഫുകളും താഴെ കവേർഡ് ആയിട്ടുള്ള ഡ്രോസും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഓഫ് വൈറ്റ് ഷെയ്ഡില് ഡിസൈൻ വരുന്ന ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല നീളത്തിലുള്ള ടൈല് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഡോർ തുറന്നു വന്നത് ഈ ഭാഗത്തു നിന്നാണ്. ഇവിടെ 3 വിൻഡോസും ഈ ഭാഗത്ത് 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പുറത്തേക്കുള്ള ഭാഗങ്ങളെല്ലാം തന്നെ മൾട്ടിവുഡ് കൊണ്ട് നല്ല ഭംഗിയായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ മിഡിൽ പോർഷനിൽ നല്ല ഭംഗിയായിട്ടൊരു പാനലിംഗ് വർക്ക് ചെയ്തിട്ട് അതിന്റെ ചുറ്റിനും LED സ്ട്രിപ്പുകളും ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ ആ സൈഡിലായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസിലെ സ്റ്റെപ്പുകളൊക്കെ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലും ഹാൻഡ് റെയിൽസ് ഒക്കെ വന്നിട്ട് ഔട്ടർ ഫ്രെയിം വുഡിലും ബാക്കിയെല്ലാം തന്നെ GA പൈപ്പിലുമാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ എൻട്രൻസ് നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡിലാണ് വലിയൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. നിറയെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം നിറയെ ഓപ്പണിങ്സ് ആണ്. ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് ഈ ഭാഗം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളായിട്ട് തിരിച്ചിട്ട് ഡ്രോസും ഡോറുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻവെർട്ടർ വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. 6 പേരെ അല്ലെങ്കിൽ 5 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ നമുക്ക് കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് വരുന്നത്. വാഷ് ഏരിയ നോക്കുവാണെങ്കിൽ വിൻഡോയുടെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ വാഷ് ബേസിന് മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡ് കൊണ്ടാണ് ഡിസൈനുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ജെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. അതിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് പീസിലാണ്. ഒരു മിറർ വെച്ചിട്ടുണ്ട്. അതിന്റെ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നോക്കുവാണെങ്കിലും ഡ്രോസ് ആയിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. ആ ഒരു ക്യാബിൻ കംപ്ലീറ്റ് ആയിട്ട് ചെറിയ LED ബൾബുകൾ കൊണ്ടൊക്കെയാണ് മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ കിച്ചൺ നിങ്ങൾക്ക് കാണാം വാഷ് ബേസിന്റെ അടുത്തായിട്ട് തന്നെയാണ്. കിച്ചണിന്റെ എൻട്രൻസും നല്ല രീതിയിൽ തന്നെ വുഡ് കൊണ്ടൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ പോർഷൻ ഒക്കെ വന്നിട്ട് നല്ല PVC ലാമിനേഷൻ PVC പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ട് 2 ഹാങ്ങിങ് ലൈറ്റുകൾ കാണാം. അതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു ക്രോക്കറി ഷെൽഫും കിട്ടുന്നുണ്ട്. ഗ്ലാസ് ഡോർ ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് കാണുന്ന ആ ഓപ്പൺ പോർഷനിലൊക്കെ ചെറിയ ചെറിയ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ താഴെ ഒരു ബെഡ്റൂം ഉണ്ട്. എന്തായാലും നമുക്ക് കിച്ചൺ കണ്ട സ്ഥിതിക്ക് കംപ്ലീറ്റ് ആയിട്ട് അതൊന്ന് കണ്ടിട്ട് വരാം. നേരെ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഒരു 4 പേർക്കൊക്കെ വരെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് നമുക്ക് കിച്ചണിന്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഇതിന്റെ ഈ ഒരു ഓപ്പൺ കൗണ്ടർ പോർഷൻ നമ്മൾ കണ്ടിരുന്നു. അതിന്റെ താഴെയൊക്കെ നോക്കിയാൽ കാണാം ഇവിടെ എല്ലാം നിറയെ ഡോറുകൾ കൊടുത്തുകൊണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിലൊക്കെ 2 ലെയറിലായിട്ട് നല്ല രീതിയിൽ നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. താഴെ എക്സ്ട്രാ ഒരു ലെയറും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് അതുകൊണ്ട് പറ്റുന്നുണ്ട്. കിച്ചണിന്റെ ഒരു ടോപ്പ് പോർഷൻ ഒക്കെ വന്നിട്ട് നോക്കുവാണെങ്കിൽ ഗ്രേ കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വൈറ്റിൽ ഒരു ചെറിയ ഡിസൈൻ വരുന്ന ടൈലുമാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലോ ഹോട്ടിന്റെ ഒരു ചിമ്മിണി ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് തന്നെയായിട്ടാണ് നമുക്ക് 3 വിൻഡോസും കിട്ടുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിട്ടുന്നത്. ഇവിടെ നിന്നുള്ള ഡോർ തുറന്നാൽ നേരെ വർക്ക് ഏരിയയൊക്കെ ആയിട്ട് അലോ ചെയ്തിരിക്കുന്ന സ്പേസിലേക്കാണ് ഇറങ്ങുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ്. വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിച്ചണിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് താഴത്തെ നിലയിലുള്ള ഒന്നാമത്തെ ബെഡ്റൂം കിട്ടുന്നത്. ഇവിടെ ടോട്ടൽ 3 ബെഡ്റൂമുകളാണ്. ഒരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഡോറിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ട് ഈ ഒരു പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് വന്നിട്ട് 13-12 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്.
ഈ ഭാഗത്ത് 3 വിൻഡോസും അവിടെ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു വുഡൻ സ്ട്രക്ചർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. കളർ എല്ലാം നോക്കുവാണെങ്കിൽ നമുക്കൊരു ട്രഡീഷണൽ രീതിയാണ് ഓർമ്മ വരുന്നത്. ഭംഗിയായിട്ടാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയൊക്കെ നോക്കിയാൽ കാണാം ഒരുപാട് ഡ്രോസും സ്റ്റോറേജ് സ്പേസും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. എയർ ഹോൾസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ട് നെറ്റ് വെച്ച് കവർ ചെയ്ത് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിന്റെ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ വന്നിട്ട് സെറയുടെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൈനിങ് സ്പേസിന്റെ ഏകദേശം ഒരു പോർഷൻ വന്നിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടും ബാക്കിയുള്ള പോർഷനുകൾ നോക്കുവാണെങ്കിൽ കാണാം പാനലിംഗ് വർക്കുകളാണ്. PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട്. അതിനിടയിലെല്ലാം LED സ്ട്രിപ്പുകളും വലിയ LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടാണ് ഡൈനിങ് ഹാളിന്റെ ആ ഒരു റൂഫ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഓപ്പണിങ്സ് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അത് ഗ്ലാസ് ഒക്കെ ഇട്ട് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മുകളിൽ ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയയിലെ വർക്കുകൾ നിങ്ങൾക്ക് വിസിബിൾ ആണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു വലിയൊരു ഷാൻലിയർ തന്നെയാണ് അവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. അതിന് ചുറ്റിനും നോക്കുവാണെങ്കിൽ ചെറിയ LED സ്ട്രിപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി പോകുന്ന വഴിയിൽ ഒരു വലിയ ഷോ ലൈറ്റ് ഉണ്ട്. അതുകൂടാതെ ഫുഡ് ലാംപ്സ് നമുക്ക് ധാരാളമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിരിക്കുകയാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. നേരെ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. വളരെ വലിയൊരു ഹാള് തന്നെയാണ് ഇവിടെ ലിവിംഗ് സ്പേസിനായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്ത് നോക്കിയാൽ കാണാം സ്റ്റാർട്ടിങ് തുടങ്ങി തന്നെ കംപ്ലീറ്റ് ആയിട്ട് വർക്കുകളാണ്. സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് എങ്കിലും വളരെ ഭംഗിയായിട്ടും ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ലിവിംഗ് സ്പേസ് കൂടാതെ അതിനെ കണ്ടിന്യൂ ചെയ്ത് ബാക്കി കുറച്ച് സ്പേസ് കൂടെ അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പർ ലിവിംഗ് സ്പേസിൽ നമുക്ക് TV വെക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ കണ്ടതുപോലെ ഒരു ട്രഡീഷണൽ വുഡ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഡിസൈൻ ആണ്. വളരെ ഭംഗിയായിട്ട് തന്നെ ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. താഴെയും സൈഡിലും ഒക്കെ ആയിട്ട് ധാരാളം ഡ്രോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഡോറ് കാണാം. അത് തുറന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. സ്റ്റെപ്പ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ പിന്നെ ഹാൾ ഈ ഒരു ഷേപ്പിലാണ് ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. താഴെ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു. മുകളിൽ 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. എന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് ബെഡ്റൂമുകൾ വരുന്നത്. ഈ ഭാഗത്തുള്ള ബെഡ്റൂം തന്നെ നമുക്ക് ആദ്യം നോക്കാം. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-12 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിൽ സിമ്പിൾ ആയിട്ടൊരു ബോർഡർ ലൈൻ കൊടുത്തിട്ട് അതിനകത്ത് LED സ്ട്രിപ്പുകളും പുറത്തൊക്കെ വലിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും നമുക്ക് എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് മൾട്ടിവുഡിന്റെ വലിയൊരു വാർഡ്രോബ് വരുന്നത്. അതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിളും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നമ്മൾ താഴെ കണ്ട സെയിം ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് തന്നെയാണ് ഇവിടെയും ടൈലുകൾക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഈ ഒരു പാസേജിലൂടെ വരുമ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 12-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തും ഈ സൈഡിലും ഒക്കെ ആയിട്ടാണ് 3 വിൻഡോസ് വീതം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കിയാലും കാണാം സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കും ആവശ്യത്തിന് മാത്രമുള്ള LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. സെയിം മോഡലിലും പാറ്റേണിലും ഉള്ള വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതിന്റെ കൂടെയും നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനടുത്തായിട്ട് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെയിം ടൈലുകളുടെ തന്നെയാണ് കളർ കോമ്പിനേഷൻ ഇവിടെയും വരുന്നത്. 3ാമത്തെ ബാത്റൂം നോക്കിയാലും അവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും ഈ ഒരു ഹാളിലേക്ക് വരുമ്പോൾ നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ്. ഈ കാണുന്ന ഡോർ തുറന്നാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് ബാൽക്കണിയിലേക്കാണ്.
വളരെ വലിയൊരു സ്പേസ് തന്നെയാണ് ബാൽക്കണിക്കായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്കൊരു വലിയ ഗ്ലാസ് ഫിറ്റ് ചെയ്യാനുണ്ട്. അതിന്റെ വർക്കും കൂടിയാണ് പെൻഡിങ് ഉള്ളത്. ഈ ഗ്ലാസിനകത്ത് വരുന്ന ഈ ഒരു ഷാൻലിയർ നമുക്ക് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ തുടങ്ങി വിസിബിൾ ആണ്. ഈ ഒരു വലിയ ബാൽക്കണി സ്പേസിന്റെ നേരെ മുകളിൽ നോക്കിയാൽ കാണാം, ഈ ഒരു ഭാഗങ്ങളിലൊക്കെ വലിയ LED ബൾബുകളും കുറച്ചും കൂടി പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് വരുന്ന ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. നിറയെ സ്പോട്ട് ലൈറ്റുകളും അവിടെ ഇട്ടിരിക്കുന്നത് കാണാം. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് റെയിൽസ് വന്നിട്ട് ഔട്ടർ ഫ്രെയിം വുഡിലും അകത്തെല്ലാം GA പൈപ്പിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ നിൽക്കുന്ന ഭാഗത്തായിട്ട് നമുക്ക് റൗണ്ടിൽ ഒരു നല്ല ഓപ്പണിംഗ് കൊടുത്തിട്ട് നല്ലൊരു വർക്കുമാണ് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. ഈ ഒരു വീടിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കൂടെ പറയാം. ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും 7 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. കാക്കനാടിനടുത്ത് പള്ളിക്കര പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്ത് പെരിങ്ങാല ജംഗ്ഷനിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വില്ല പ്രൊജക്ടിലേക്കുള്ള ദൂരം വരുന്നത്. ബസ് റൂട്ടിനോട് വളരെ അടുത്താണ്. 200 മീറ്റർ മാത്രമാണ് നമുക്ക് ഇവിടെ നിന്നും ബസ് റൂട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഈ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുത്തുന്ന എല്ലാ വീടുകളുടെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ലോൺ വ്യവസ്ഥയിൽ സ്വന്തമാക്കാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ വഴിയല്ല നിങ്ങൾ വീടുകൾ പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ പോലും മറ്റുള്ള ചാനലുകാരുടെ വീടുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ പോലും ലോൺ ഫെസിലിറ്റി മാത്രം നിങ്ങൾക്ക് മതിയെങ്കിലും തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ട വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 4 സെന്റ് ആണ് ലാൻഡ് അളവ് വരുന്നത്. 1764 സ്ക്വയർ ഫീറ്റ് വരുന്നത്. 1764 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകൾ, 3 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 ബാത്റൂമുകളിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. കിണർ വെള്ളമുണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടറാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ടിൽ നമുക്ക് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഈ വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 65 ലക്ഷം രൂപയാണ്. 65 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ലോൺ വ്യവസ്ഥയിലാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ അല്ലെങ്കിൽ സ്ഥലങ്ങളുടെയൊക്കെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.